ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഒരു കിടിലൻ മീനച്ചാറായാലോ. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ കേരച്ചൂരയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മീനിനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു കളർ ആയിക്കഴിഞ്ഞാൽ മീനിനെ പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ബാക്കിയുള്ള മീനും കൂടെ ഇതേ കണക്ക് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വേറൊരു പാനിലേക്ക് 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇത്രയും ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാൻ. 3.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, കുറച്ച് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 120 ml വിനാഗിരി ഒഴിച്ചു കൊടുക്കുക.
ടേസ്റ്റൊക്കെ നോക്കി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് പൊരിച്ചു വെച്ചേക്കുന്ന മീനിനെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. നമ്മുടെ കിടിലൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.